അപ്പോൾ ആദ്യം ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അത് മറ്റാരുമല്ല, ആളിനെ കാണുമ്പോൾ മനസ്സിലാവും, സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, അത് വേറൊരു സത്യം. ഭയങ്കര ഇറിറ്റേഷനാണ് അവരുടെ സൗണ്ട്, സത്യസന്ധമായിട്ട് ഞാൻ പറയുക. അയ്യോടെ പാവം, സീറ്റ് ബെൽറ്റ് മാറ്റി കാണിക്കാനുണ്ടായ ആ ഒരു മനസ്സ് ആരും കാണാതെ പോകരുത്. എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഹായ് ഗേസ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വ്യക്തിക്ക്, അതും രേണുസുതിയുടെ ഒരു വാലാട്ടിക്ക് എന്നെക്കുറിച്ച് വീഡിയോ ഇടാണ്ടിരുന്നാൽ ഒരു സമാധാനം ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടു, ഭയങ്കരമായിട്ട് മോശമായി കുറേ ഫേസ് ആക്ഷനൊക്കെ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യുകയാണ്. ഭയങ്കരമായിട്ട് എന്തോ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാം. എന്തായാലും ഒരാളെ കളിയാക്കി ഫേസ് ആക്ഷൻ കാണിച്ച് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതായത് മോശമായിട്ട് ഇവരെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇവരെ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യാം. അവർ പറയുന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ അവർ പറയണം. അതും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിൻ്റെ ആവശ്യത്തിനാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഒട്ടി വരികയാണ് അടുത്ത വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും കുറ്റം പറയാൻ. കാണുന്ന എല്ലാവരുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ തൊഴിൽ ഫേസ്ബുക്കിനകത്ത് നടക്കുന്നത്. ഇതൊന്നും പുറത്താരും യൂട്യൂബിൽ വന്ന് കളിക്കത്തില്ല. കാരണം യൂട്യൂബിൽ വന്ന നല്ല മറുപടി അപ്പോഴും കൊടുക്കുക. അതുകൊണ്ട് ഫേസ്ബുക്ക് വിട്ടുള്ളൊരു കളിയില്ല ആൾക്ക്. സുധിച്ചേട്ടൻ കാരണം തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എല്ലാം എൻ്റെ സുധിച്ചേട്ടനും മക്കൾക്കും വേണ്ടിയിട്ട് മാത്രമാണ്. കേട്ടല്ല, എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് കാണിച്ച മനസ്സിനെ അവളങ്ങ് അഭിനന്ദിക്കുക. അത് സീറ്റ് ബെൽറ്റ് മാറ്റിയപ്പോൾ ഒരു മിന്നായ പോലെ ഒരു സെക്കൻഡ് കണ്ട ഒരു സാധനത്തിനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ചേച്ചി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്ത് രസമാണ് അവർ കാണാൻ വേണ്ടിയിട്ട്. നല്ല വട്ടമുഖവും നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ ആ വട്ട മുഖം കണ്ടത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടല്ലോ, ആ വീഡിയോ കണ്ടിട്ട് അവളങ്ങ് കൂരി തെരിച്ചു പോയി. അത് കണ്ടിട്ട് നമുക്ക് അതിനകത്ത് ഒന്നും അതാരെ കാണിക്കാനായിട്ട് ഒന്നും കാണിക്കുന്നു. നിനക്ക് എത്ര മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണം, നല്ല അന്തസ്സായിട്ടുള്ളൊരു നിപ്പ്. ആ ചേച്ചിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട്. ശരിയാണ് സുധി, ഇങ്ങനെയൊക്കെ ഇച്ചിരി കാണിച്ചിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെ വല്ലതും പറയുമായിരുന്നാ. ഇതാരാന്ന് മനസ്സിലായ? ഇവിടെ കുഞ്ഞമ്മയാ, അതുകൊണ്ടാണ് ഇത്ര സപ്പോർട്ട് പറയുന്നത്. മനസ്സിലായല്ലേ? അതാണ് ഒരു വായിൽ തന്നെ രണ്ട് വർത്തമാനം, വിത്തിൻ സെക്കൻഡ് കൊണ്ടുള്ള വീഡിയോസാണ്. മനസ്സിലായ? ഇതാണ് ഡബിൾ സ്റ്റാൻഡ്. എൻ്റെ പൊന്നോ, ഇത് ഈ വീഡിയോ കണ്ടിട്ടേ നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ്, എന്ത് കമന്റാണ് ഇടാം? വീഡിയോ ഇട്ടിട്ട് മാസങ്ങളായി, ആ വീഡിയോ ഇട്ടിട്ട് മാസങ്ങളായിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. രേണുസുതിയുടെ വീഡിയോ ഇപ്പോൾ ഉള്ളതാണ്. അത് മാസങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ വേറൊന്നിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു. അതിൽ നിന്ന് അടിച്ചു മാറ്റി അതിന് ഈ അനിൽ എന്നെന്തോ പറയുന്ന ഒരു ചാനലുകാരുണ്ട്, അയാൾ ഈ ഇടയ്ക്ക് രേണുസുതിയെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. കാരണം റീച്ച് ഒന്നും ആൾക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സ്ത്രീയെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾ എൻ്റെ വീഡിയോ തപ്പിപ്പിടിച്ച് അതിൽ നിന്ന് പണ്ടത്തെ ഒരു വീഡിയോയും ഇപ്പോഴത്തെ ഒരു വീഡിയോയും കൂടി കൂട്ടിച്ചേർത്ത്. അതാണ് സംഭവിച്ചത്. അല്ലാണ്ട് ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് ഇന്നലെ ഇട്ട വീഡിയോ അല്ല അത് ആദ്യം മനസ്സിലാക്കുക. അത് മുന്നേ ഉള്ളൊരു പഴയ വീഡിയോ ആണ്. പിന്നെ അപ്പോൾ ഈ സ്ത്രീ എന്നെ കുഞ്ഞിനെ കുത്തി കാണിക്കുകയും വളരെ മോശമായിട്ടുള്ള ആക്ഷൻസ് കാണിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവർക്കൊരു കമൻറ്റ് ഇട്ടുന്നത്. ആ ഒരു കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് വായിക്കാം. ആൻറ്റി പോയി മുഖം പോയി കണ്ണാടി നോക്ക്. ആൻറ്റി കാണിക്കുന്ന ആക്ഷനൊക്കെ കാണുമ്പോൾ ഒരുമാതിരി പട്ടി വെള്ളം കുടിക്കാത്ത പോലെ ഇരിക്കുന്നു. കുട്ടി ഇടുന്ന നേരം മുഖം പോയി ഒന്ന് കണ്ണാടി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമൻസാണ് ഇട്ടുന്നത്. പക്ഷെ അതിൻ്റെ പിന്നാലെ വന്ന കമൻസുകൾ നിങ്ങൾ വായിക്കണം. ഒരുപാട് കമൻസുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് പിന്നാലെ കൊടുത്തേക്ക്. കമൻസുകളൊക്കെ നിങ്ങൾ ഇന്ന് വായിച്ച് നോക്കിയാൽ മതി. പക്ഷേ ഇവർക്ക് എന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവരാണ് ആദ്യം എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത് ഇവർക്ക് വേണമെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ ഇവർക്ക് മിണ്ടാതെ നിന്ന് റിയാക്ട് ചെയ്യാം. അല്ലാണ്ട് ഒരുമാതിരി ഫേസിന് കുറേ വേണ്ടാത്ത എക്സ്പ്രഷൻ വെച്ചിട്ടല്ല ഒരു വീഡിയോ ചെയ്യാനുള്ളത്. അത്യാവശ്യം മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യാനുള്ളത്. അല്ലാണ്ട് ഇവർ വീഡിയോ എന്നെക്കുറിച്ച് ചെയ്താലും എനിക്കിവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന രീതി അത് മനുഷ്യന് നമുക്കെന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ആകുന്ന രീതിയിലാണ് ഈ ഒരു സ്ത്രീയുടെ ഫേസ് ആക്ഷൻ പോകുന്നത്. എന്താണ് ഇവർക്ക് മാനസിക പ്രശ്നം വല്ലതുണ്ട്? കാരണം ഇപ്പം രേണുസുതിയുടെ വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിലപാട് നിൽക്കും. കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് രേണുസുതിയുടെ വീഡിയോ ഇടണം എന്ന് പറയും. കാരണം റീച്ചില്ല, ഒന്നും കിട്ടുന്നില്ലായിരിക്കും പൈസ. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞ് വീഡിയോ എടുക്കണമല്ലോ. അവരുടെ വീഡിയോസ് എടുത്തിട്ട് ഒരു 4 വർത്തമാനം പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകില്ല. അതിൻ്റെ ഉദ്ദേശമായിരിക്കാം. പക്ഷേ അത് നിങ്ങൾ വീഡിയോ എന്തോ ചെയ്തു. പക്ഷേ എനിക്ക് അതിലല്ല. ഇവർ മോശമായിട്ടുള്ള രീതിയിൽ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് മോശം കമൻസുകൾ ഇടുന്നു. അതിൻ്റെ ആവശ്യം എന്തോ ആണ്? ഞാൻ ഇവരുടെ അടുത്ത് പോയോ? അതോ ഇവർ ചീത്ത പറഞ്ഞു? ഇവരും ചീത്ത പറഞ്ഞില്ലല്ലോ. എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എൻ്റെ ഫേസേയും എൻ്റെ ഒരു സംസാര രീതിയും ഒക്കെ എടുത്തിട്ട് മറ്റതാണ് മറിച്ചതാണ് ഈ സ്ത്രീ പല രീതിയിലും പലരെ കൊണ്ടും ഈ സ്ത്രീ പറയിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴി. പല ആൾക്കാരും കൊഞ്ഞാന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് വന്നെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാനാണ് കേൾക്കുന്നത്, ഞാനാണ് കാണുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിലാണ് വരുന്നത്.
വളരെ വൾഗറായിട്ടുള്ള ഫേസ് ആക്ഷൻ. ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഒത്തിരി വൃത്തികെട്ട രീതിയിൽ എന്താ പറയുക, ഒരു മിണ്ടാപ്രാണികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരുമാതിരി വായിൽ വെച്ചിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആട് ചവയ്ക്കുമ്പോൾ ഒരുമാതിരി ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് ആൾ കാണിക്കുന്നത്. എന്താണ് ഇവർക്ക് പ്രശ്നം? രണാസുനെ പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. തുടങ്ങിയ മുതൽ രണാസുന ഊണിലും ഉറക്കത്തിലും രണാസുന. ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവർക്ക് ആക്ച്വലി എന്താണ് പ്രോബ്ലം? എന്തെങ്കിലും പ്രശ്നമുണ്ട് മാനസികമായിട്ട്? കാരണം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിക്കുക, അല്ലാണ്ട് മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇട്ട് അതിന് സ്വന്തമായിട്ട് ചിരിക്കുക. ഒരു കമൻസ് ഇട്ടാൽ ആ കമൻസിൽ തന്നെ 10 ചിരി കാണും, 10 സ്മൈലി അതിലിട്ടേക്കും. അതാണ് ഇവിടെ സൂക്കേടെന്ന് പറഞ്ഞാൽ. എന്നാൽ വേറെ ആൾക്കാരുടെ കമൻറ്റ് ബോക്സിലൊന്നും അങ്ങോട്ട് പോകുന്നില്ല. പോയാൽ നല്ല കിട്ടും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്താണ് ഇവിടെ പ്രശ്നം? കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ചുമ്മാ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുക. നിങ്ങളുടെ ഒരാളെ മൂട് താങ്ങി സപ്പോർട്ട് ചെയ്യുന്നതിന് അത് നിങ്ങൾ തന്നെ ചെയ്തോളൂ. അത് ബാക്കിയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നില്ല. പിന്നെ എൻ്റെ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. കാരണം വെച്ചാൽ അത് രണ്ട് വീഡിയോസാണ്. അത് പണ്ടത്തെ വീഡിയോസാണ്. ഈ രേണു സുധി എന്നൊക്കെ ഇപ്പോഴാണ് വന്നത്. അതിന് മുന്നേ ഞാൻ ഇട്ട ഒരു പഴയ വീഡിയോസാണ്. അതിൻ്റെ ഫേസ് കണ്ടിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാമാന്യ ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കഷ്ടം. പിന്നെ ആ ഒരു ലേഡിയെ വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൾച്ചറാണ്. അല്ലാണ്ട് പെട്ടെന്ന് വന്നിട്ട് സീറ്റ് ബെൽറ്റ് മാറ്റി കാണിക്കുന്നില്ല. അത് അവരുടെ കൾച്ചറാണ്. അത് മനസ്സിലാക്കാത്ത നിങ്ങളെയൊക്കെ എന്താണ് പറയാനുള്ളത്? സ്വന്തം കൾച്ചറും അന്യരാജ്യത്തുള്ള കൾച്ചറും മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ എന്താണ് നിങ്ങൾ ഒന്നും അറിയത്തില്ലേ? അറിയാത്തോണ്ടായിരിക്കില്ല ഇങ്ങനെ പറയുന്നത്. കഷ്ടം. ഈ സജിന എന്ന് പറയുന്ന സ്ത്രീയുടെ കുറച്ച് കമൻസുകൾ ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവരെന്താണ് എന്നെ പറയുന്നതെന്ന്. ഞാൻ പറയാം. ഒരു ഊമ്പ് കൊടുക്ക്, കുറേ ഊക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ബോഡി ചെറ്റിന്ന്. ഇവരുടെ സംസ്കാരം ഇതാണ്, തനി സംസ്കാരം. ഇതിനാണ് ഞാൻ കോളനി എന്ന് പറയുന്നത്. കോളനി എന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ഇതുപോലത്തെ കോളനിയാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഒരു കോളനിയാണ്. ആ കോളനി ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത്, എടി പട്ടിമുറി കിട്ടിയതല്ല, വന്ന് ചോദിച്ചു വാങ്ങിയതിൽ കൊഞ്ഞനത്തി റിപ്ലൈ തരാം, വെയിറ്റ് ചെയ്യും. ഇതാണ് ഇവരുടെ സൂക്കേട്. ഇവരുടെ സംസ്കാരം ഇതാണ്. എന്തുവാ, കുറേ ദിവസമായി ഇവൾക്ക് ചൊറിച്ചൽ തുടങ്ങിയിട്ട് അത് മാറ്റാനുള്ള മരുന്നും ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു രക്ഷയുമില്ല. എൻ്റെ സംസ്ഥാനം കോളനി എന്നാണ് പറയുന്നത്. ഉള്ള കാര്യത്തിൽ പറയുന്നത്. ഇവൾ എന്താണ് കോളനി എന്ന് ഉദ്ദേശിച്ചത്? വിശദമായ വീഡിയോ നാളെ തരം. ഇവൾക്കുള്ള റിപ്ലൈ കൊടുക്കണോ വേണ്ടിയോ ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇട്ട കമൻറ്റാണ് ഞാൻ ഈ വായിക്കാൻ വന്നത്. ആദ്യം സജീന ആൻറ്റി പോയി മുഖം നോക്ക്. ഈ ഒരൊറ്റ കമൻറ്റാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇട്ടു. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു വൾഗറായിട്ടുള്ള ഫേസ് ആക്ഷനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ഒരു കമൻറ്റ് ഇട്ടു. അതുള്ളത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പുറകെ വന്ന കമൻസുകളാണ് ഇവർക്ക് എത്ര സംസ്കാരം ഇരിക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ്. ഇവിടെ വായിൽ വരുന്ന വർത്തമാനം, ഈ ഒരു പട്ടിയുടെ വാല് 12 കാലം കുഴഞ്ഞിട്ടാലും നിവരത്തില്ല എന്ന് പറയുന്നിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ സംസ്കാരം. എന്ത് സംസ്കാരമാണ് ഈ സ്ത്രീക്കുള്ളത്? ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്നെ പറയാം. ഇവർ ഞാൻ എന്തെങ്കിലും പോയി പറഞ്ഞു. ഇവരുടെ ഒരു വീഡിയോ പോലും ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഈ പബ്ലിക്കിൽ വരുന്ന കുറേ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യും. അല്ലാണ്ട് ഇവരുടെ ഒറ്റയ്ക്കുള്ള വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവർ ചുമ്മാ എന്താ പറയുക, ആളെളുപ്പം നോക്കി ഇങ്ങോട്ട് വരുവാണ്. ഇരിക്കുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല എന്ന് വെച്ചാൽ റീച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു ആൾക്ക്. അപ്പോൾ ഫാനായിട്ടും കുറേ എന്താ പറയുക സപ്പോർട്ടേഴ്സുമായിട്ട് വെച്ചേക്കുന്ന ആൾക്കാരെ സമ്മതിക്കണ്ടേ? ഞാൻ ചിന്തിച്ച് പോവാണ്.